കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിനിയായ ദളിത് പെൺകുട്ടി നേരിട്ടത് ക്രൂരമായ പീഡനം. 17-കാരി കൂട്ടബലാത്സംഗത്തിനിരയായെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. പെൺകുട്ടി മരിച്ചത് പ്രതികളുടെ ചവിട്ടേറ്റെന്ന നിഗമനത്തിലാണ് പോലീസ്. അന്വേഷണ പരിധിയിൽ വന്നതോടെ ആരോപണ വിധേയനായ വ്യവസായി കേരളം വിട്ടെന്ന സൂചന. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നത് അരുൺ പാറക്കലാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. വളരെ ക്രൂരമായ മർദ്ദനം ആണ് ആ കുട്ടി സഹിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ ആരോപണ വിധേയൻ ഇപ്പോൾ കേരളത്തിലില്ല. പോലീസിന്റെ പ്രാഥമികമായ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ക്രിസ്റ്റീന, ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ളത് ഇപ്പോൾ പിടിയിലായ ബിജു പൗലോസ് മാത്രമാണ്. ഈ ബിജു പൗലോസിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ആ വിവരങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഒരു പ്രമുഖ വ്യവസായിയുടെ പേര് പുറത്തു വന്നിരുന്നു. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ അദ്ദേഹം കേരളം വിട്ടു എന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയാണ് എന്നൊരു വിവരം അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പെൺകുട്ടിക്ക് നേരിട്ടത് ക്രൂരമായ പീഡനമാണ് എന്നൊരു വിവരം അന്വേഷണ സംഘത്തിനുണ്ട്. നേരത്തെ ബിജു പൗലോസ് മൊഴി നൽകിയിരുന്നത് കുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി, അങ്ങനെ അത് കൊലപാതകമായി തൻ്റെ മേൽ ചുമത്തപ്പെടുമോ എന്നൊരു പേടി കാരണം പവിത്രം കയത്തിൽ മൃതദേഹം ചവിട്ടി താഴ്ത്തി എന്നതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ കുട്ടി ക്രൂരമായ പീഡനം നേരിട്ടു എന്നൊരു നിഗമനത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. പ്രതികളുടെ ചവിട്ടേറ്റാണ് കുട്ടി മരിച്ചത് എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഇതൊക്കെ തന്നെ തെളിയിക്കണമെങ്കിൽ ബിജു പൗലോസിന് സത്യം പറയണം. അതല്ലെങ്കിൽ മറ്റു പ്രതികളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഒന്നിൽ കൂടുതൽ പ്രതികൾ ഈ കേസിലുണ്ട് എന്ന് ഇപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിന് മനസ്സിലായിട്ടുണ്ട്. അത് ബിജു പൗലോസ് മാത്രമല്ല, ഈ പീഡനത്തിനും അതുപോലെ തന്നെ ഈ കുട്ടിയെ പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ഒപ്പം താമസിപ്പിക്കാനും ബിജു പൗലോസിൻ്റെ അമ്മ ഏലിയാമ്മ സഹായിച്ചിട്ടുണ്ട്. ഏലിയാമ്മയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം നടന്നതെന്ന് നേരത്തെ തന്നെ പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. ലോക്കൽ പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. അതുമാത്രമല്ല, ഒരു മാധ്യമപ്രവർത്തകൻ ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ കേസിൽ പങ്കുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. ഇവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ പ്രമുഖ വ്യവസായി, ആരോപണ വിധേയനായ പ്രമുഖ വ്യവസായി ഇപ്പോൾ കേരളം വിട്ടു എന്നൊരു സൂചന ലഭിക്കുന്നത്. എന്തായാലും ബിജു പൗലോസിനെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടുകൂടി ഇതിലൊരു വ്യക്തത വരും. കൂടുതൽ തെളിവെടുപ്പുകൾ ഉണ്ടാവും. അതുമാത്രമല്ല, മറ്റ് പ്രതികൾ ആരൊക്കെ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പോകുന്നത്. ക്രിസ്റ്റീന, അരുണെ, ഇത്രയധികം ആരോപണങ്ങളുണ്ട്. ബിജു പൗലോസിനെ ഇനി കസ്റ്റഡിയിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അനുമാനങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും കൃത്യമായ വിവരങ്ങളിലേക്കുള്ള ദൂരം എത്രയാണ്? ക്രിസ്റ്റീന, ഈ കേസിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ലോക്കൽ പോലീസിനെ തെളിയിക്കാൻ പറ്റിയ ഒരു കേസായിരുന്നു. കാരണം ഈ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ മിസ്സിംഗ് കേസുകൾ ഒരുപാടുണ്ട്. അജ്ഞാത മൃതദേഹങ്ങൾ ഒരുപാട് കണ്ടുകിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മാച്ച് ചെയ്ത് പോലീസ് സാധാരണഗതിയിൽ ഈ കേസൊക്കെ തന്നെ തെളിയിക്കേണ്ടതാണ്. 2010 ജനുവരി 6 കാണാതായ ഒരു പെൺകുട്ടി, 2010 ജൂൺ 6 കാണാതായ ഒരു പെൺകുട്ടി 2011 ജനുവരിയിലാണ് പരാതി FIR പോലും ലോക്കൽ പോലീസ് രേഖപ്പെടുത്തുന്നത്. 2011 ആഗസ്റ്റിൽ ഒരു അജ്ഞാത മൃതശരീരാവശിഷ്ടങ്ങൾ കാസർഗോഡ് കടപ്പുറത്ത് നിന്ന് ലഭിക്കുകയും ചെയ്തു. പോലീസിനെ അന്ന് തന്നെ അതിൻ്റെ ഒരു സിമിലാരിറ്റിയൊക്കെ പരിശോധിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ആ കേസ് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് ലോക്കൽ പോലീസ് എഴുതിത്തള്ളുകയാണ് ഉണ്ടായത്. ഈ പോലീസിൻ്റെ ഒരു നിഷ്ക്രിയത്വം കാരണമാണ് ഇത്രത്തോളം കേസ് നീണ്ടുപോകുന്നത്. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത് മുതൽ തന്നെ കാര്യക്ഷമമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഒടുവിൽ ബിജു പൗലോസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പെൺകുട്ടിയുമായി കാഞ്ഞങ്ങാടുള്ള 2 സ്ഥലങ്ങളിലാണ്, 2 വാടക വീടുകളിലാണ് ബിജു പൗലോസ് താമസിച്ചത്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും അനുകൂലമായി കഴിഞ്ഞാൽ മറ്റ് പ്രതികളിലേക്ക് കൂടി എളുപ്പത്തിൽ എത്തിച്ചേരാനാകുമെന്ന് തെളിവ് ശേഖരണം നടക്കുകയാണ്. ഒപ്പം തന്നെ ബിജു പൗലോസിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. നിരവധി പേരുടെ മൊഴിയെടുക്കൽ നടക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളും ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ലഭ്യമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പാറക്കൽ, കാസർഗോഡ് നിന്ന്.